ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള എനർജി എന്താണ്, ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. ത്രീ ഫയറാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ കുറച്ച് ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിന് എന്തോ കുറച്ചുകൂടി നിങ്ങൾ വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളൊരു ഗോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നുണ്ട്, ഒരു പുതിയ വിഷനോടുകൂടി കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. പിന്നെ ശരിക്കും ഒരു കോൺഫിഡൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതലായിരിക്കും. എല്ലാം ആലോചിച്ച് മാത്രം ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. എടുത്തു ചാടി ഒരു കാര്യങ്ങൾ ചെയ്യാതെ എന്ത് കാര്യത്തിനും ഒന്നുകൂടി ഒന്ന് റീതിങ്ക് ചെയ്യും എന്നാണ് കാണുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഒരു ട്രാവൽ കാണുന്നുണ്ട്. ഇതിനകത്തൊരു കടൽ കടന്നു പോകുന്ന ഒരു യാത്ര ചെയ്യാനുള്ള ഒരു ആൾക്കാരുടെ എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. ചില ആൾക്കാർ അതിനുള്ളൊരു പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കണം. നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നൊരു സമയമാണ്. ശരിക്കും ഇന്നത്തെ ദിവസം നല്ല സന്തോഷമായിരിക്കും കേട്ടോ. നിങ്ങൾ ഒരു സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നൊരു ദിവസമാണ്. കുറേ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാലും നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. നിങ്ങൾ പെട്ടെന്ന് ഒരു കാര്യത്തിലും അങ്ങ് എടുത്തു ചാടാതെ ഇത് നയൻ ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ അത് ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു എനർജിയാണ്. പെട്ടെന്ന് അത് ഫ്ലക്ച്വേഷൻസ് ഒന്നും വരാതെ നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യുക. ഓവറാൾ നിങ്ങൾക്ക് ഇന്ന് നല്ല സന്തോഷം ലഭിക്കുന്ന സമയമാണ്. ഒരുപാട് സന്തോഷിക്കാനുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടും. അങ്ങനെയാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അത് സഫലീകരിക്കും എന്നും കാണുന്നുണ്ട്. ഫോർ ഓഫ് എയറിൻ്റെ എനർജിയാണ്. ഇന്ന് ശരിക്കും ചില ആൾക്കാർ ഇന്നത്തെ ദിവസം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ, കൂടുതൽ പ്രാർത്ഥിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സോൾ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കണം. ഇതിൽ കുറേ ദിവസം കൊണ്ട് ഇങ്ങനത്തെ ഈ ഒരു കാർഡ് വന്നുകൊണ്ടേയിരിക്കുന്നു. മെഡിറ്റേഷൻ, നിങ്ങളൊന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യണം എന്ന്. കുറേ ആൾക്കാർ ശരിക്കും ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും. എല്ലാം ചെയ്തു തീർക്കാൻ ഉള്ള സമയം കിട്ടാത്തത് കൊണ്ടുള്ളൊരു നെട്ടോട്ടത്തിലുള്ള ആൾക്കാർക്കായിരിക്കണം. നിങ്ങളുടെ ബോഡി ഒന്ന് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ മനസ്സും ഒന്ന് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് പ്രാണായാമം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ എല്ലാ ദിവസവും ഇത് പറയുന്നത്, നമ്മൾ എല്ലാ ദിവസവും പറയുമ്പോൾ പറയുന്നത് അത് ഒരാളെങ്കിലും ചിലപ്പോൾ അത് ഒരു ദിവസം ഇന്ന് ചെയ്യണമെന്ന് തോന്നുമല്ലോ. ചിലപ്പം നമുക്കറിഞ്ഞൂടെ, നമ്മളെ വീട്ടിൽ തന്നെ എല്ലാവരും എല്ലാ ദിവസവും പറഞ്ഞ് ആ പറയുന്നത് കൊണ്ട് മാത്രം എന്നാ ഒന്ന് ചെയ്തേക്കാന്ന് വിചാരിക്കുമല്ലോ. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇത് തുടങ്ങും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഊന്നി പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും നല്ലതേ വരുള്ളൂ കേട്ടോ. അത് മെഡിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഒരു ഡ്യൂട്ടിയാണ്, നിങ്ങളെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് തോന്നുമായിരിക്കും എപ്പോഴും ഇത് തന്നെയാണ് പറയണതെന്ന്. അപ്പോൾ അങ്ങനെ പറയുന്നത് എൻ്റെ ഡ്യൂട്ടിയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ സദയം എന്നോട് ക്ഷമിക്കുക. അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാണായാമം ചെയ്യുക. നമ്മൾ കുറച്ച് സമയമായാലും മതി. നമ്മൾ ചിലപ്പോൾ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ഒരു 3 മിനിറ്റ് ചെയ്താലും മതി. അത്രയും തന്നെ അത്രയും ചെയ്താൽ പോലും നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ്
ഇമോഷൻസ് പുറത്തു പോകും. നമ്മളുടെ കെട്ടിക്കിടക്കുന്ന ചക്രാസിലൊക്കെ കെട്ടിക്കിടക്കുന്ന കുറേ ബാഗേജസ് ഉണ്ട്, കുറേ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട്. ഇതൊക്കെ പുറത്തു പോകാൻ സഹായിക്കും. അതൊക്കെ ചക്രാസിലൊക്കെ അത് ബ്ലോക്കായി കിടക്കുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ വരും. നമ്മളുടെ പല കാര്യങ്ങളും ബ്ലോക്കായി പോവും. നമുക്ക് എവിടെയെങ്കിലും ഒരു കാര്യത്തിന് പോയാൽ ചിലപ്പോൾ അത് ശരിയാവില്ല. നമ്മളെ ത്രോട്ട് ചക്രയൊക്കെ ബ്ലോക്കായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ള ഒരാളോട് പ്രസൻറ്റ് ചെയ്താൽ പോലും ഒരു കേൾക്കുക പോലുമില്ല. പിന്നെ നമുക്ക് ജോലി സംബന്ധമായ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ചക്രാസിൽ ബ്ലോക്ക് ഉണ്ടാവും. കാരണം നമ്മളുടെ റൂട്ട് ചക്രയൊക്കെ ബ്ലോക്ക് ചെയ്തിരുന്ന നമ്മളുടെ കർമ്മമണ്ഡലത്തിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരും. കാരണം ബ്ലോക്ക് വരും. പിന്നെ അത് എന്ത് ചെയ്താലും ശരിയാവില്ല. നമുക്ക് മണിയുമായി സംബന്ധിച്ച് നമ്മളുടെ പണപരമായ കാര്യങ്ങളിൽ ബ്ലോക്കേജസ് ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു 10 മിനിറ്റിന് വേണ്ടി ചെയ്തതൊന്ന് ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്യാൻ ശ്രമിക്കുക. യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, ചക്ര ക്ലെൻസിങ് ആൻഡ് എനർജൈസിങ് എന്ന് പറഞ്ഞിട്ട്. ഏതെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഇപ്പം ഞാനൊരു മെഡിറ്റേഷൻ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കുറേ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് നിങ്ങൾ ചെയ്ത് ശീലിക്കുന്നത് നല്ലതായിരിക്കും. ഒരാഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും ആ ചക്ര മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ ക്ലെൻസ് ചെയ്ത് കളയുക, പ്രാണായാമം ചെയ്യുക, ശ്വാസത്തെ ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന മാറ്റം വളരെ വലുതായിരിക്കും. അത് ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളോടൊരു സ്നേഹം വേണമെന്ന് നിങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ നിങ്ങളോടൊരു സ്നേഹം കാണിക്കണം എന്നുള്ളതാണ്. നിങ്ങളെ സ്നേഹിക്കുക. മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടെന്നല്ല, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതോടൊപ്പം നിങ്ങളും സ്നേഹവും കരുണയൊക്കെ അർഹിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നമ്മൾ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. ഇപ്പോൾ പാസ്റ്റിൽ നടന്നു പോയ ആ വിഷമമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് എന്തിനാണ് അന്ന് അങ്ങനെ ചെയ്തത്, ഞാൻ അങ്ങനെ അബദ്ധം കാണിച്ചതല്ലേ, അങ്ങനെ ഇപ്പോൾ മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മൾ ക്ഷമിക്കും. മറ്റുള്ളവർ നമ്മളോട് ചെയ്ത കാര്യങ്ങളും നമ്മൾ ക്ഷമിക്കും. പക്ഷേ സ്വയം ഇത് നമുക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നൊരു ചിന്ത നമുക്ക് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തന്നെ എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തും. എന്തിനാണ് അങ്ങനെ ചെയ്തത്, എല്ലാ ആവശ്യമുണ്ടോ എന്ന് വീണ്ടും വീണ്ടും നമ്മളോട് ചോദിക്കും. അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മളുടെ സോൾ അത് ഭയങ്കര വിഷമാണ്. നമ്മളെപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സോളിന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെങ്ങനെയാണോ അങ്ങനെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിലുള്ള ആ ഗിൽറ്റ് ഫീലിംഗ് ഒക്കെ കളഞ്ഞിട്ട് നമ്മളൊന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും അബദ്ധം പറ്റും, എല്ലാവർക്കും തെറ്റുകൾ പറ്റും. അപ്പോൾ നമുക്കും അങ്ങനെ പറ്റിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ചില ആൾക്കാരോട് സംസാരിച്ചപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മളെ വായിന്ന് അറിയാതെ എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടായിരിക്കാം. ചില സമയത്ത് നമുക്ക് ദേഷ്യം വന്ന് നിൽക്കുമ്പോൾ എന്തെങ്കിലും മറ്റുള്ളവരോട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. ചില തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. എല്ലാവരുടെ ജീവിതത്തിലും ഇതൊക്കെ ചെയ്യുന്നതാണെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഏത് സമയമാണോ നമ്മൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്നത്, ആ സമയം നമ്മൾ വിജയം ആണ്. ആ സമയം മുതൽ നമ്മൾ ഒരേ തെറ്റ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കുക. നമുക്ക് പുതിയ തെറ്റുകൾ ചെയ്യാമല്ലോ. നമ്മൾ ഒരു തെറ്റ് തന്നെ വീണ്ടും ആവർത്തിച്ച് അതിനെ ഇതാക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യം നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മതിയാക്കി നമ്മളൊന്ന് സ്നേഹിക്കാൻ ശ്രമിക്കുക. നമ്മളെ ഒന്ന് പാമ്പർ ചെയ്യുക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുക എന്താണ് വേണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പുറത്ത് ആരുടെയും ഒരു സ്നേഹം ആവശ്യമില്ലാതെ വരും. എല്ലാവരും സ്നേഹിച്ചോട്ടെ നമ്മളെ. പക്ഷേ നമ്മളെ സ്നേഹിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുടെ പിറകെ സ്നേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. മറ്റുള്ളവർ ആരും എന്നെ സ്നേഹിക്കുന്നില്ല. പലരും ഇങ്ങനെ പറയാറുണ്ടോ, എന്നെ ആർക്കും സ്നേഹമില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമ്മളുടെ കടമയാണ്, അതൊന്നും നിർത്തണ്ട. പക്ഷേ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ ആരും അനുവാദവും വേണ്ട. അത് മനസ്സിലാക്കി, ഈ ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങൾക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റൂട്ടാ. എപ്പോഴും നിങ്ങൾക്കൊരു സ്റ്റഡി ആയിട്ടിരിക്കാൻ പറ്റും. ഹാപ്പിനെസ് എന്ന് വെച്ചാൽ വന്നും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നാലും ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു എനർജിയിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുക. പിന്നെ 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങൾക്കില്ലാത്ത എന്തോ ഒരു കാര്യം ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഇല്ലാത്തൊരു കാര്യം സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. കാരണം ഇത് ചില ആൾക്കാർ ഇതെന്തോ ഒരു നഷ്ടപ്പെട്ടു പോയൊരു പ്രണയം തന്നെയാണ്.
അത് വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയത്, എന്തുകൊണ്ടാണ് നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ വിശ്വസിക്കുന്നത്, നിങ്ങളെ ഇഷ്ടപ്പെടാത്തത്, നിങ്ങളെ കെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പറ്റാത്തത്, നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെ എന്തുകൊണ്ടായിരിക്കും. ഇത് ഈ തൽക്കാലത്തേക്ക് നമ്മൾ ആ വ്യക്തിയെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളെ ഒന്ന് കെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. ഈ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം തൽക്കാലം ഈ ഒരു കാര്യത്തിൽ നിങ്ങളത് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇതില്ലാതെ തന്നെ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ മതി എന്ന് നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നോ അപ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾക്ക് തന്നെ ഇനഫാണെന്ന് തോന്നണം. ഇതൊരു നഷ്ടബോധമാണ്. എനിക്ക് ആ ഒരു ആളില്ലാതെ എനിക്ക് പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ പറ്റണില്ല, എൻ്റെ കരിയറിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റണില്ല, എൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റണില്ല, എനിക്കൊരു ഹാപ്പിനെസ്സും ഇല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ തൽക്കാലത്തേക്ക് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് സ്നേഹിക്കാമല്ലോ. തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കണമെന്ന് തിരിച്ചു കിട്ടണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് സ്നേഹിക്കുക. നിങ്ങൾക്ക് അത്രയും ഈ ഒരു ആളില്ല, നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കുക, അങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങളെ സ്നേഹിക്കുക. അല്ലാതെ ആ ഒരു ഇതിൽ നിങ്ങൾ പോകാതിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഗൈഡൻസ് തരാനുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏഞ്ചൽസും ഉണ്ട്, നിങ്ങൾക്ക് പ്രൊട്ടക്ഷനും ഉണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിൽ നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. എംപററാണ്. ശരിക്കും ഇന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഒരു പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾ കിട്ടും. ഇന്ന് നിങ്ങളുടെ ഓഫീസിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളായിരിക്കും അത് ഓർഗനൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും അത് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ പവറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈഗോ ഉണ്ടാകാൻ പാടില്ല. നമ്മളുടെ സെൽഫിലേക്ക് എത്തുന്നത് നല്ലതാണ്. ഈഗോ മാറ്റിവെച്ച് നമ്മൾ അത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളൊരു ജീവിതത്തിന് ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ്. വളരെ പ്ലാനിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. 10 ഓഫ് ഫയറിൻ്റെ എനർജിയാണ്. കുറേയധികം ജോലി ചെയ്ത് തളർന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് ഒരു 4 ഓഫ് എയറും അല്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഓവർലോഡായിരിക്കും. വീട്ടിലാകട്ടെ ഓഫീസിലാകട്ടെ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ജോലി ഇന്നത്തെ ദിവസം ഉണ്ടാകും. നിങ്ങൾ ശരിക്കും ശരീരത്തിനൊരു ഇത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾ ഒരു റെസ്റ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആദ്യമേ ഇവിടെ റെസ്റ്റ് എന്ന് പറയുന്നൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ശരീരം അത് ആഗ്രഹിക്കുന്നുണ്ട്, നല്ല ഉറക്കം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ആ ഓവർ വർക്ക് എന്നൊക്കെ ഒന്ന് ആവശ്യത്തിന് എല്ലാം വേണമല്ലോ. നമ്മളുടെ ശരീരത്തിനും ഒരു റിലാക്സ് ആവശ്യമാണ്. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈഗോയാണ്. നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന എന്തോ ഒരു കാര്യത്തെ നിങ്ങൾ തുറന്നു വിടണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് വിടുമായിരിക്കും. നമ്മളാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ഈഗോ എന്ന് പറയുന്നൊരു സംഗതി അത് തുറന്നു വിടുക. കാരണം നമ്മൾ മറ്റുള്ളവരിലും നന്മ കണ്ടെത്തുക, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലും അതും നമ്മൾ മുഖവിലേക്ക് എടുക്കുക. വിമർശനങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കുക. നമ്മളെക്കുറിച്ച് ആരെങ്കിലും ഒരാൾ നെഗറ്റീവായിട്ട് പറഞ്ഞാൽ ആ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാരണം, ഒരു ചെറിയ പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അസൂയ കൊണ്ട് പറയുന്നതായിരിക്കാം, നമ്മളോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് പറയുന്നതായിരിക്കും. എന്നാലും എന്തോ ഒരു ചെറിയ കാര്യം അത് ആ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും അതിനിടയിൽ. അപ്പോൾ അത് നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. ബാക്കിയൊന്നും നമ്മൾ എടുക്കണ്ട, അത് നമ്മൾ വിട്ടുകളയുക. അപ്പോൾ ഈഗോയെ ഒന്ന് പുറത്ത് വിടാനാണ് പറയുന്നത്. അത് ഹോൾഡ് ചെയ്യാതിരിക്കുക. സിക്സ് ഓഫ് ഫയറിൻ്റെ എനർജിയാണ്. സക്സസ്സും റെക്കഗ്നീഷനും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി നിങ്ങൾ ചെയ്ത ഏതോ ഒരു കാര്യം അത് നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആക്കി എന്നുള്ളതാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് ഇതൊരു ജോലിയുടെ ഓഫറൊക്കെ വരുന്നതായിരിക്കാം. ചില ആൾക്കാർക്ക് ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം.
അങ്ങനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. സക്സസ് ആണ് എന്തായാലും, പബ്ലിക് റെക്കഗ്നിഷനും ഉണ്ട്. അപ്പോൾ അത് ഇന്നത്തെ ദിവസം പൊതുവേ നിങ്ങൾക്ക് നല്ലതാണ്, കുറേ ആൾക്കാർക്ക് നല്ലതാണ്. പക്ഷേ ചില ആൾക്കാർ ഇങ്ങനെ ഓടി പാഞ്ഞ് നടന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു റിലാക്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ട്രാൻസ്ഫോർമേഷനാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചതൊന്നും അല്ല കാര്യമൊന്നും ചിലപ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നതായിരിക്കാം. ഞാൻ മാറൂല, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇങ്ങനെയാണ് എന്ന് നിങ്ങളൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കി വെച്ചത് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് പോകുന്നൊരു സമയമാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ഉണ്ടായി, ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് വരുന്നു. നിങ്ങൾ വിചാരിച്ചതല്ല സത്യം എന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്നത്തെ ദിവസം. വളരെ വലിയൊരു പരിവർത്തനം ഉണ്ടാകുന്നു നിങ്ങളുടെ ലൈഫിൽ എന്നാണ് കാണുന്നത്. 3 of വാട്ടറിൻ്റെ എനർജിയാണ്, സെലിബ്രേഷനാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടോ ഒക്കെ നിങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ഉള്ള ഒരു അവസരങ്ങൾ കിട്ടും എന്നുള്ളതാണ്. നിങ്ങളുടെ കോവർക്കേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ച ആരെങ്കിലുമായിട്ടോ ഒക്കെ നിങ്ങളിന്ന് പുറത്തു പോകും, അല്ലെങ്കിൽ അവരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ച ആരെങ്കിലും ആയിട്ട് ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നല്ല സൗഹൃദങ്ങൾ നിലനിർത്തുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതൊരു എനർജി എക്സ്ചേഞ്ചാണ്. പിന്നെ എല്ലാവരും ഈ ഒരു നല്ല എനർജിയിൽ, പോസിറ്റീവ് എനർജിയിൽ ഇരിക്കാൻ ശ്രമിക്കുക. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.